മഹാഭാരതത്തിൽ ദ്രൗപദിയുടെ മുടിക്ക് അത്ഭുതകരമായൊരു ശക്തിയുണ്ടെന്ന് പറയുന്നുണ്ട്. ദുശാസനൻ ദ്രൗപദിയെ വലിച്ചിഴയ്ക്കുമ്പോൾ ദ്രൗപദിയുടെ മുടി അഴിഞ്ഞു വീണു. അപ്പോൾ ദ്രൗപദി ഒരു പ്രതിജ്ഞ എടുക്കുന്നുണ്ട്. ദുശാസനൻ്റെ രക്തത്തിൽ തൻ്റെ മുടി കഴുകുന്നത് വരെയും താനിനി മുടി കെട്ടിവെക്കുകയില്ല എന്ന്. അവിടെ ദ്രൗപദിയുടെ മുടി എന്നത് ആത്മാഭിമാനത്തിൻ്റെയും സ്ത്രീശക്തിയുടെയും ഒക്കെ ഒരു പ്രതീകമായി മാറുകയാണ്. അപ്പോൾ മുടി എന്നത് എക്കാലവും സ്ത്രീക്കൊരു സന്തോഷം തരുന്നതും അവളിൽ ആത്മവിശ്വാസം സൃഷ്ടിക്കുന്നതും സൗന്ദര്യത്തിൻ്റെ പ്രതീകമായും ഒക്കെ കാണുന്നതാണ്. പിന്നെ ഇഷ്ടപ്പെടാത്തവരും ഉണ്ടാകാം, ഷോർട്ട് ഹെയർ ഇഷ്ടമുള്ളവരുണ്ടാകാം, മുടി പറ്റ വെട്ടി നടക്കാൻ ഇഷ്ടപ്പെടുന്നവരുണ്ടാകാം. അതൊക്കെ ഓരോരുത്തരുടെയും ചോയ്സുകളാണ്. എന്നാൽ ഭൂരിഭാഗം വരുന്ന സ്ത്രീകൾക്കും നീണ്ട മുടിയും വളരെ കട്ടിയുള്ള മുടിയൊക്കെ ആഗ്രഹിക്കുന്നവരും ഇഷ്ടപ്പെടുന്നവരുമാണ്. അപ്പോൾ നമ്മൾ ഒരുപാട് സ്നേഹിച്ചിരുന്ന നമ്മുടെ മുടി ഓരോ ദിവസം കഴിയും തോറും കൊഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുമ്പോഴും അതിൻ്റെ കട്ടി കുറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴുമൊക്കെ നമുക്ക് ഒരുപാട് വിഷമം ഉണ്ടാവാറുണ്ട്, അല്ലേ? പ്രത്യേകിച്ച് ഒരു 50 വയസ്സിന് ശേഷം മുടിയുടെ കട്ടി ക്രമാതീതമായി ഇങ്ങനെ കുറഞ്ഞു വരുന്നത് കൊണ്ട് തന്നെ മുടി എങ്ങനെയൊന്ന് കെട്ടിവെക്കണം എന്ന് പോലും അറിയാതെ വിഷമിക്കുന്ന ഒരുപാട് സ്ത്രീകളുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങളുടെ മുടിയുടെ വേരുകളെ ബലപ്പെടുത്തുവാനും മുടിക്ക് നല്ല കട്ടി തരുവാനും മുടി കൊഴിച്ചിൽ കുറയ്ക്കുവാനും സഹായിക്കുന്ന ഒരു പ്രോട്ടീൻ ഹെയർ മാസ്ക് ആണ് ഇന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും. അപ്പോൾ അധികം വൈകിപ്പിക്കാതെ തന്നെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. പ്രായമാകുന്നതിൻ്റെ ഭാഗമായി നമ്മുടെ ശരീരത്തിൽ കൊളാജനും പ്രോട്ടീനും ഒക്കെ കുറഞ്ഞു വരും. ഇത് സ്വാഭാവികമായും നമ്മുടെ ശരീരത്തെ ബാധിക്കുന്നത് പോലെ നമ്മുടെ മുടിയെയും ബാധിക്കും. പതിയെ പതിയെ മുടി കൊഴിയാൻ തുടങ്ങും, മുടിയുടെ കട്ടി കുറയും, മുടി പൊട്ടിപ്പോകും, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകും. അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യുക? മുടി കുറച്ച് വെട്ടാൻ തുടങ്ങും, മുടിയിൽ കുറച്ച് എണ്ണ തേച്ച് കൊടുക്കും. ഇതുകൊണ്ടൊക്കെ മാത്രം നമ്മുടെ മുടിയെ സംരക്ഷിച്ച് നിർത്താനായിട്ട് സാധിക്കുകയില്ല. നമ്മൾ പ്രോട്ടീൻ റിച്ചായ ഭക്ഷണങ്ങൾ കഴിക്കുക, അതോടൊപ്പം തന്നെ പ്രോട്ടീൻ അടങ്ങിയ ഹെയർ മാസ്കുകൾ കൂടി നമ്മൾ അപ്ലൈ ചെയ്യുക. എങ്കിൽ മാത്രമേ നമ്മുടെ ആ ഒരു പ്രായത്തെ നമ്മുടെ മുടി കൊഴിച്ചിലൊക്കെ നമുക്ക് നല്ല രീതിയിൽ കുറയ്ക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ അത്തരത്തിൽ നിങ്ങളുടെ മുടി കൊഴിച്ചിലിനെ തടഞ്ഞ് നിങ്ങളുടെ മുടിക്ക് നല്ല കരുത്തും ബലവും നൽകുന്ന ഒരു ഹെയർ പ്രോട്ടീൻ മാസ്കാണ് നിങ്ങളുടെ അടുത്ത് ഇന്ന് ഞാൻ പരിചയപ്പെടുത്താനായിട്ട് പോകുന്നത്. അതിനായിട്ട് നമ്മുടെ വീട്ടിലുള്ള ഒരു 3 കാര്യങ്ങൾ വെച്ചുകൊണ്ട് മാത്രം നമുക്ക് വളരെ നല്ലൊരു റിസൾട്ട് തരുന്ന ഒരു ഹെയർ പാക്ക് തയ്യാറാക്കാനായിട്ട് സാധിക്കും. മുളപ്പിച്ച പയർ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മളിവിടെ ഈ ഒരു ഹെയർ മാസ്ക് തയ്യാറാക്കുന്നത്. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ വീട്ടിൽ തയ്യാറാക്കാൻ സാധിക്കുന്ന ഈ ഒരു ഹെയർ പാക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. നമ്മുടെ ഈ പ്രോട്ടീൻ ഹെയർ മാസ്ക് തയ്യാറാക്കാനായിട്ട് നമുക്ക് ആദ്യം ആവശ്യം കുറച്ച് ചെറുപയറാണ്. അപ്പോൾ ഞാൻ ഒരു ബൗൾ ചെറുപയർ എടുത്തിട്ടുണ്ട്. ഇത് നമുക്കിങ്ങനെയല്ല ഉപയോഗിക്കേണ്ടത്. ഈ ചെറുപയർ മുളപ്പിച്ചിട്ടാണ് നമ്മൾ ഈ പാക്കിനായിട്ട് ഉപയോഗിക്കുന്നത്. ഇനി രണ്ടാമതായി നമുക്ക് ആവശ്യം കുറച്ച് തൈരാണ്. തൈര് ഡാൻഡ്രഫ് കുറയ്ക്കാനും മുടി സ്മൂത്താകാനും മുടി പൊട്ടിപ്പോകുന്നത് തടയാനുമൊക്കെ സഹായിക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് തൈരാണ്. ഇനി മൂന്നാമത്തെ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ഒരു മുട്ടയാണ്. മുട്ടയുടെ വെള്ളയാണ്. മുട്ടയുടെ വെള്ള മുടിയുടെ വേരുകൾക്ക് ബലം നൽകുകയും തിളക്കം നൽകുകയും മുടി കരുത്തോടെ വളരാൻ സഹായിക്കുകയും ചെയ്യുന്നു. ഇനി ഈ പ്രോട്ടീൻ മാസ്ക് തയ്യാറാക്കേണ്ട വിധം നമുക്കൊന്ന് നോക്കാം. നമുക്ക് ഈ ചെറുപയർ മുളപ്പിച്ചിട്ടാണ് ഉപയോഗിക്കേണ്ടത്. അതിനായിട്ട് ഈ പയർ വലിയൊരു ബൗളിലേക്ക് മാറ്റാം. അതിനുശേഷം അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ചെറുപയർ നല്ലപോലെ വെള്ളത്തിൽ മുങ്ങിക്കിടക്കണം. സോ നല്ലതുപോലെ വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇതൊരു 8 മണിക്കൂർ കുതിരുവാൻ വേണ്ടി മാറ്റിവെക്കണം. അതിനുശേഷം ഇതുപോലെ നമുക്കതിലെ വെള്ളമൊക്കെ കളഞ്ഞതിന് ശേഷം ഒരു 5 മിനിറ്റ് ഇങ്ങനെ വെക്കാം. ഒരുപാട് നേരം വെക്കരുത്, പയർ ഡ്രൈ ആയി പോകും. സോ 5 മിനിറ്റ് വെച്ചതിന് ശേഷം നമുക്ക് ഇതുപോലൊരു പാത്രത്തിലേക്കാക്കി നമുക്കിത് അടച്ചു വയ്ക്കാം. ഇനി ഒരു 12 മണിക്കൂർ ഇത് അവിടെ തന്നെ ഇരിക്കട്ടെ. അതിനുശേഷം നമുക്കിത് തുറന്നു നോക്കാം. അപ്പോൾ കണ്ടോ, നമ്മുടെ പയർമണികൾ മുളച്ച് വന്നിട്ടുണ്ട്. ഇതുപോലെ മുളപ്പിച്ചെടുക്കുമ്പോൾ അതിൻ്റെ പോഷകമൂല്യം ഇരട്ടിയായിട്ട് വർദ്ധിക്കുന്നു. അതുകൊണ്ടാണ് നമ്മളിവിടെ മുളപ്പിച്ച ചെറുപയർ എടുക്കുന്നത്. ഇത്
മുടിയുടെ വളർച്ചയ്ക്കും ആരോഗ്യത്തിനുമൊക്കെ വളരെയധികം ഗുണം ചെയ്യുന്നതാണ്. ഇനി ഇതിലേക്ക് നമുക്കൊരു 3 ടീസ്പൂൺ തൈര് ചേർക്കാം. എന്നിട്ട് അതെല്ലാം കൂടി നന്നായിട്ടൊന്ന് യോജിപ്പിക്കുക. തൈരിൽ ധാരാളം പ്രോട്ടീനുകൾ ഉള്ളതിനാൽ മുടി പൊട്ടിപ്പോകുന്നത് കുറയ്ക്കാൻ സഹായിക്കുകയും മുടിക്ക് ബലം നൽകുകയും അതിലൂടെ മുടി കൊഴിച്ചിൽ നിയന്ത്രിക്കാനും വളരെയധികം സഹായിക്കുന്നു. ഇനി ഇത് മിക്സിയിലിട്ട് നന്നായി ഒന്ന് അരച്ചെടുക്കുക. ആവശ്യമെങ്കിൽ മാത്രം ഇത്തിരി വെള്ളം ചേർത്താൽ മതി. അപ്പോൾ കണ്ടോ, നമ്മൾ നന്നായി അരച്ചെടുത്ത പയറാണിത്. ഇതുപോലെ നല്ല പേസ്റ്റ് പോലെ ഇത് അരച്ചെടുക്കണം. ഇനി നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യാൻ പോകുന്നത് ഒരു മുട്ടയുടെ വെള്ളയാണ്. മുട്ടയുടെ വെള്ളയിൽ മുടി വളരാനും മുടിക്ക് കരുത്ത് നൽകാനും ആവശ്യമായ ആൽബുമിൻ എന്ന പ്രോട്ടീൻ ധാരാളമായിട്ട് അടങ്ങിയിരിക്കുന്നു. ഇത് മുടിവേരുകളെ പോഷിപ്പിച്ച് വേരുകൾക്ക് നല്ല കരുത്ത് നൽകുന്നു. സോ നമ്മളിവിടെ മുട്ടയുടെ വെള്ളയാണ് എടുത്തിരിക്കുന്നത്. അത് നന്നായി ഈ പേസ്റ്റിലേക്ക് മിക്സ് ചെയ്യുക. ഇനി ആവശ്യമെങ്കിൽ നിങ്ങളുടെ മുടി വളരെയധികം ഡ്രൈ ആണ്, ഫ്രിസിയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ടീസ്പൂൺ തേൻ കൂടി ആഡ് ചെയ്യാം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നിങ്ങളുടെ ഹെയറിലും സ്കാൽപ്പിലുമെല്ലാം അപ്ലൈ ചെയ്യാവുന്നതാണ്. എന്നിട്ട് ഒരു 30 മിനിറ്റിന് ശേഷം ഹെയർ വാഷ് ചെയ്യുക. ഷാംപൂ ഉപയോഗിച്ച് തന്നെ വാഷ് ചെയ്യുക. അപ്പോൾ എല്ലാവരും ഈ ഒരു ഹെയർ പാക്ക് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ കണ്ടില്ലേ നമ്മുടെ ഹെയർ പ്രോട്ടീൻ മാസ്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന്. വളരെ പെട്ടെന്ന് തന്നെ വീട്ടിലുള്ള സാധനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമുക്ക് തയ്യാറാക്കാൻ സാധിക്കുന്ന ഒന്നാണ്. ഇത് നമ്മൾ ആഴ്ചയിൽ ഒരിക്കൽ നമ്മുടെ മുടിയിൽ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ വളരെ നല്ലൊരു റിസൾട്ട് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. നമ്മളിവിടെ മുളപ്പിച്ച പയർ ഉപയോഗിച്ചുകൊണ്ട് തയ്യാറാക്കുന്ന ഒരു പ്രോട്ടീൻ മാസ്ക് ആയതുകൊണ്ട് തന്നെ ഇതിനകത്ത് ധാരാളം പ്രോട്ടീനും വിറ്റാമിനുകളും സിങ്കുമൊക്കെ അടങ്ങിയിട്ടുണ്ട്. ഇത് സ്കാൽപ്പിലേക്കുള്ള ഒരു ബ്ലഡ് സർക്കുലേഷൻ മെച്ചപ്പെടുത്തുന്നതിനും മുടിയുടെ വേരുകൾ മുതൽ മുടിക്ക് പോഷണം നൽകുന്നതിനും സഹായിക്കുന്നതാണ്. അതുകൊണ്ട് വളരെ നല്ല റിസൾട്ട് തരുന്ന ഒരു ഹെയർ മാസ്ക് ആണിത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഈ ഒരു ഹെയർ മാസ്ക് അപ്ലൈ ചെയ്തതിന് ശേഷം ഒരു അരമണിക്കൂറിന് ശേഷം നിങ്ങൾക്ക് തലമുടി വാഷ് ചെയ്യാവുന്നതാണ്. ഷാംപൂ ഉപയോഗിച്ച് തന്നെ വാഷ് ചെയ്യുക. വെറുതെ നിങ്ങൾ വെള്ളം ഉപയോഗിച്ച് കഴുകി കളയുകയല്ല ചെയ്യേണ്ടത്. ഷാംപൂ യൂസ് ചെയ്യണം. എങ്കിൽ മാത്രമേ അത് നമ്മുടെ തലമുടിയിൽ നിന്നും നമ്മുടെ സ്കാൽപ്പിൽ നിന്നുമൊക്കെ കൃത്യമായിട്ട് നല്ല രീതിയിൽ പോകണം. അല്ല എന്നുണ്ടെങ്കിൽ പലതരത്തിലുള്ള ഇൻഫെക്ഷൻസ് ഒക്കെ സ്കാൽപ്പിൽ ഉണ്ടാവാനുള്ള സാധ്യതകളുണ്ട്. ഡാൻഡ്രഫ് ഉണ്ടാവാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ ഏതൊരു പാക്കാണെങ്കിലും നിങ്ങൾ അപ്ലൈ ചെയ്തതിന് ശേഷം നിങ്ങൾ ഷാംപൂ ഉപയോഗിച്ച് തന്നെ വാഷ് ചെയ്യുക. പിന്നെ അപ്ലൈ ചെയ്യുന്നതിന് മുൻപായിട്ട് നമ്മൾ തലയൂട്ടിയിലും തലമുടിയിലുമൊക്കെ നന്നായിട്ട് കുറച്ച് എണ്ണ തൊട്ട് പുരട്ടുക. അത് വളരെയധികം നല്ലതാണ്. നിങ്ങൾ ഏതൊരു ഹെയർ പാക്ക് അപ്ലൈ ചെയ്യുന്നതിന് മുൻപായിട്ടും നിങ്ങൾ ഏത് എണ്ണയാണോ ഉപയോഗിക്കുന്നത്, ഏതുമായാലും കുഴപ്പമില്ല. പക്ഷേ നിങ്ങൾ അപ്ലൈ ചെയ്യുന്നതിന് മുൻപായിട്ട് തലയോട്ടിയിലും അതേപോലെ തന്നെ മുടിയിലുമൊക്കെ നല്ലതുപോലെ എണ്ണ തേച്ച് പിടിപ്പിക്കുക. അതിനുശേഷം നിങ്ങൾക്ക് ഈ ഒരു ഹെയർ മാസ്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. എല്ലാ ഒരു സൺഡേസും നിങ്ങൾക്ക് ഇങ്ങനെ നിങ്ങളുടെ ഒരു ഹെയർ കെയറിന് വേണ്ടി മാറ്റിവെക്കാം അല്ലേ. ഇതിനു വേണ്ടി ഒരുപാട് സമയം അങ്ങ് മാറ്റിവെക്കണ്ട. നിങ്ങളിത് അപ്ലൈ ചെയ്തിട്ട് നിങ്ങളുടെ ജോലിയും കാര്യങ്ങളുമൊക്കെ ചെയ്യുക. നമുക്ക് നല്ല രീതിയിൽ മുടികൊഴിച്ചിലുണ്ടാകുമ്പോൾ നമ്മുടെ മുടിയുടെ കട്ടി കുറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ നല്ല രീതിയിലുള്ളൊരു ട്രീറ്റ്മെൻറ്റ് അതിന് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പിന്നീട് ഒരുപാട് വിഷമിക്കേണ്ടി വരും. അപ്പോൾ ഇത് തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ ഇത്തരത്തിലുള്ള ഹെയർ മാസ്കുകളും നല്ല ഹെയർ ഓയിലുകളുമൊക്കെ നമ്മുടെ മുടിക്ക് കൊടുക്കുക. അതോടൊപ്പം തന്നെ നല്ല ഭക്ഷണങ്ങൾ കഴിക്കുക. മുട്ട, മീന്, ചിക്കൻ, പയറുവർഗ്ഗങ്ങൾ, ഇലക്കറികൾ ഇതൊക്കെ നമ്മുടെ മുടിക്ക് വളരെയധികം നല്ലതാണ്. അപ്പോൾ നമ്മുടെ സ്കിൻ കെയർ പോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് നമ്മുടെ ഹെയർ കെയറും. മുടി കൊഴിഞ്ഞു പോകുന്നത്, ഓരോ മുടിയും കൊഴിഞ്ഞു പോകുന്നത് നമുക്ക് ഒരുപാട് വിഷമം തരുന്നൊരു കാര്യമാണ്. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം, കൊഴിഞ്ഞുകൊണ്ടിരിക്കുന്ന മുടിക്ക് നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റുക? നമ്മൾ അവരെ സംരക്ഷിച്ച് നിലനിർത്താനായിട്ട് ശ്രമിക്കുക എന്നുള്ളത് മാത്രമാണ് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത്. അപ്പോൾ എല്ലാ ആഴ്ചയിലും ഈ ഒരു ഹെയർ പാക്ക് നിങ്ങളൊന്ന് അപ്ലൈ ചെയ്യുക. നമ്മുടെ വീട്ടിലുള്ള കാര്യങ്ങൾ വെച്ചുകൊണ്ട് മാത്രമാണ് നമ്മളിവിടെ ഒരു ഹെയർ പാക്ക് തയ്യാറാക്കുന്നത്. അധിക ചിലവുകളോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പോൾ കുറച്ച് പയറെടുക്കുക, അതൊന്ന് മുളപ്പിച്ചെടുക്കുക എന്നുള്ള മാത്രം നമ്മൾ ചെയ്താൽ മതി. മുളപ്പിക്കാതെ അത് ഉപയോഗിക്കാനും പാടില്ല കേട്ടോ.
അപ്പോൾ എല്ലാവരും ഈ ഒരു ഹെയർ പാക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് വലിയ രീതിയിലുള്ള ഒരു മാറ്റം വരുന്നതായിരിക്കും. 50 വയസ്സിന് ശേഷം മുടി ഇല്ലാതെ വിഷമിക്കുന്ന ഒരുപാട് സ്ത്രീകളുണ്ട്. മുടി എങ്ങനെയാണൊന്ന് കെട്ടിവെക്കുക എന്നറിയാതെ മുടി കട്ട് ചെയ്തുകൊണ്ടേയിരിക്കും. കട്ട് ചെയ്ത് എന്താ വരിക, പിന്നെ കെട്ടിവെക്കാൻ പോലും മുടിയില്ലാത്ത ഒരവസ്ഥയിലോട്ട് മാറും. അപ്പോൾ ആ ഒരു അവസ്ഥ എത്തിച്ചേരുന്നതിനൊക്കെ മുൻപായിട്ട് നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അല്ലെങ്കിൽ ആ അവസ്ഥയിലാണ് നിങ്ങളെങ്കിൽ ഇപ്പോൾ തന്നെ നിങ്ങളുടെ മുടിയെ ഒന്ന് സംരക്ഷിച്ച് തുടങ്ങാനായിട്ട് തീരുമാനിക്കുക. വലിയ മാറ്റങ്ങൾ നിങ്ങളുടെ മുടിയിൽ ഉണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. അപ്പോൾ മറ്റൊരു എപ്പിസോഡിൽ വീണ്ടും കാണാം. ബൈ.